ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. കുറേ ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ഇത് വീഡിയോകളൊന്നും എടുക്കാൻ പറ്റുന്ന ഒരു ഇതിലായിരുന്നില്ല, ഒരാഴ്ച കഴിച്ചിട്ടൊക്കെ കിടന്ന്. അപ്പോൾ ഞാനൊരു ചെറിയൊരു വ്ളോഗായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കണ്ടോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഇന്ന് അംഗനവാടിയൊന്നുമില്ല, എന്നിട്ട് മഴയൊക്കെ ആയതുകൊണ്ട് കുട്ടികൾക്ക് ലീവ് കൊടുത്തിരിക്കുകയാണ് സർക്കാർ. അപ്പം അങ്ങനെ കിടന്നുറങ്ങുകയാണ്. അല്ലെങ്കിൽ രാവിലെ 8:30 ആകുമ്പോൾ എണീക്കും, എന്നിട്ട് അംഗനവാടി പോക്കൊക്കെ വന്നു. അങ്ങനെ ഞാൻ കിച്ചണിൽ പോയി വെക്കുമ്പോൾ എൻ്റെ അനിയത്തി ഫുഡൊക്കെ ഉണ്ടാക്കണം, ചായയും കടി ഉണ്ടാക്കണം. അപ്പം ഞങ്ങൾക്ക് ഇന്ന് പുട്ടും മീൻ കറിയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ചോളം ഇരുന്ന് ട്രോളിയിട്ട് പിന്നെ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ച് എൻ്റെ മോൻ എനിക്ക് കാല് തടവി തരികയാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ എനിക്ക് വയ്യാതായാലൊക്കെ എന്നോട് പറയും, ഉമ്മ നമുക്ക് ഡോക്ടറെ കാണിക്കാൻ പോവാ, ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കെയറിങ് ആണ്. ഞാനിങ്ങനെ വയ്യാതെ കെടുക്കാനൊന്നും പാടില്ല, എൻ്റെ അടുത്ത് തന്നെ വന്നിരിക്കുക, കെടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ചെറിയ മോനാണെങ്കിൽ വന്നാൽ പറയും, ഉമ്മാക്ക് വയ്യ, ഉമ്മാൻ്റെ അടുത്ത് നിൽക്കണ്ട, അപ്പോൾ ഉമ്മാക്ക് വയ്യ, പാവാണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതിനെ അങ്ങോട്ട് പറഞ്ഞയക്കും. പിന്നെ ഓനും പോയിട്ട് ഇരുന്നിട്ട് കളിക്കൂട്ടാ. പിന്നെ വിക്സൊക്കെ ഇട്ടിട്ട് എനിക്ക് തടവി തന്നിട്ട് അതിൻ്റെ മൂടി ഇങ്ങനെ തിരഞ്ഞ് നടക്കുകയായിരുന്നു. അതിനെ മൂടി ഫൈനലി കിട്ടിയിട്ട് അത് അടച്ചിട്ട് അവിടെ നിന്നിട്ട് എന്തൊക്കെ പറയുന്നുണ്ട്. പോയിട്ടേ കയ്യേക്ക് അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് എൻ്റെ കുഞ്ഞിപ്പാൻ്റെ മോളെ 40 വിളി വരുന്നപ്പോൾ ആ ഫംഗ്ഷനിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ ബസ് കാത്ത് നിൽക്കുകയാണ് ഗൈസ്. കട്ട വെയിറ്റിങ്ങിലാണ് പ്രിയദർശിനി ബസ്സിനിട്ടാ. അങ്ങനെ പ്രിയദർശിനി ബസ്സിനെ കാത്തു നിന്നിട്ട് നിൽക്കുന്ന ടൈമിലാണെങ്കിൽ ബസ് വരില്ല. അങ്ങനെ പിന്നെ പ്രൈവറ്റെങ്കിലും വന്നാലോ എന്ന് വിചാരിച്ച് പ്രൈവറ്റ് വന്നില്ല. ലാസ്റ്റ് ഫൈനലി ബസ് വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കുട്ടികളുണ്ടായതുകൊണ്ട്. അങ്ങനെ കയറി ഞങ്ങൾ പോവുകയാണ്. എൻ്റെ ചെറുതാണ്, എൻ്റെ കമ്പിന്ന് കൈയൊക്കെ പിടിച്ചിട്ടാണ് വിടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് അത്ര സേഫ്റ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ആ പാവം കുട്ടി. ലാസ്റ്റ് ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയൊരു ഗ്രാമവണ്ടിയാണ്. ഞങ്ങൾ അങ്ങനെ ഗ്രാമവണ്ടിയിലൊക്കെ കയറി നോക്കുമ്പോൾ ആണെങ്കിൽ കുട്ടികളാണ്, സ്കൂൾ കുട്ടികളാണ് അധികം, സ്കൂൾ ബസ് പോലെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇപ്പോൾ കണ്ടില്ലേ, ചെറുതാണെങ്കിൽ ഇക്കാക്ക വണ്ടിമേ ഇരിക്കാൻ വേണ്ടി കാത്തിക്കുകയാണ്, ഉന്തി കൊടുക്കാൻ വേണ്ടിയിട്ട്. വാക്കർ ഉന്തിങ്ങാണ്ട് നടക്കുകയാണ്. ഓനക്ക് ഇങ്ങനെ ഉന്തി കൊടുക്കണത് ഇഷ്ടം. ഓനാണെങ്കിൽ ആ വണ്ടിയിൽ ഇരിക്കൂല, ഓനക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് ബർത്ത്ഡേക്ക്, പക്ഷേ ഓൻ ഇരിക്കൂല, ഇക്കാക്ക ഇരുന്ന് മുതലാക്കും. അങ്ങനെ ഓനവിടെ വികാൻ പോയപ്പോൾ പിന്നെ അതിൻ്റെ ശേഷം ഉന്താൻ പോയിട്ടില്ല. വേണമെങ്കിൽ ഈ തള്ളിപ്പോയിക്കോ, എനിക്ക് വയ്യാന്നൊക്കെ പറഞ്ഞിട്ടുള്ള മട്ടിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇക്കാക്ക പറയുന്നുണ്ട്, തള്ളിക്കോ, ഒന്ന് തള്ളുന്ന് അറിയുന്നുണ്ട്. ഇജ്ജ് പോയി പണിയാക്കിക്കാ, എനിക്ക് വേറെ പണിയുണ്ട് പറഞ്ഞിട്ട് ഓൻ പോവുകയാണ്. ഞങ്ങളിന്ന് വൈകുന്നേരം KFC ഒക്കെ കഴിച്ച് ഞങ്ങളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബായ്.